ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം എല്ലാവർക്കും വളരെ അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് വിചിന്തനം ചെയ്യുന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു പഠനം. ദൈവം എന്ന് പറയുന്ന വ്യക്തിത്വം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ചില ബിബ്ലിക്കൽ അതുപോലെ തന്നെ ചില ഉദാഹരണങ്ങൾ സഹിതമുള്ള ലഘുവായ ഒരു മറുപടിയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഠന പരമ്പര നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ പഠന പരമ്പര നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ മെസ്സേജായിട്ടും ഇത് ലൈക്കായിട്ടും ഷെയറായിട്ടും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നന്ദി പ്രകടനങ്ങൾ കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ തന്നെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കുറിച്ചറിയാനുള്ള സാധ്യതകൾ, പോസിബിലിറ്റി ടു നോ ഗോഡ്, ദൈവത്തെക്കുറിച്ചറിയാനുള്ള സാധ്യതകൾ. അപ്പോൾ ഏതെല്ലാം സാധ്യതകളിൽ കൂടെ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റും, അതാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. അതിന് ആധാരമായ ചില പോയിന്റുകൾ ഞാനൊന്ന് പറയാം. ചില പോയിന്റുകൾ, അതിൽ ഒന്നാമത്തെ പോയിന്റ് നൈസർഗിക നന്മയിൽ നിന്ന്, ഫ്രം ഇൻഡ്യൂഷൻ, നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയും. രണ്ടാമതായിട്ട് നമുക്കറിയാൻ കഴിയുന്ന ഭാഗം ആണ് പാരമ്പര്യത്തിൽ നിന്നും, ഫ്രം ട്രഡീഷൻ. മൂന്നാമത് യുക്തിചിന്തയിൽ നിന്നാണ്, ഫ്രം റീസൺ. നാലാമത് വെളിപ്പാട്, ഫ്രം റെവലേഷൻ. ഇങ്ങനെ 4 ചിന്തകളിൽ കൂടെ നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയും. അപ്പോൾ ഈ 4 ചിന്തകളിൽ ആദ്യത്തെ ചിന്ത ഞാൻ പറഞ്ഞത് നൈസർഗിക നന്മയിൽ നിന്നും നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ എല്ലാം എടുത്ത്, എല്ലാ മനുഷ്യരുടെയും അകത്ത് ഒരു നൈസർഗികമായ വാസന ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചാൽ ശരിയെ തെറ്റ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ അപഗ്രഥിക്കുവാനുള്ള, അതിനെ മനസ്സിലാക്കുവാനുള്ള ഒരു നല്ല മനസ്സ് മനുഷ്യൻ്റെ അകത്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നൈസർഗികമായ ആ കഴിവിൽ കൂടെ, അല്ലെങ്കിൽ നൈസർഗികമായ ചിന്തകളിൽ കൂടെ, നൈസർഗികമായ കാരണങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഒരു മാർഗം നൈസർഗിക മാർഗമാണ്. ഈ 14-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന്. ദൈവം ഇല്ല എന്ന് ആരാ പറയുന്നത്? മൂഢൻ, ഫുളിഷ് മാൻ, മൂഢൻ. അപ്പം ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അത് അവൻ്റെ ഒരു നൈസർഗികമാണ്. നൈസർഗികമായി അവന് ലഭിക്കപ്പെട്ട ഒന്നാണ്
ദൈവമില്ല എന്ന് പറയും. എന്നാൽ ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ച ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം നമുക്ക് കാണുവാൻ കഴിയും. അതും അവരുടെ നൈസർഗികമായിട്ടുള്ള ഒരു വാസനയാണ്. അപ്പം നൈസർഗികമായി നമുക്ക് ലഭിക്കപ്പെട്ട ഒന്ന് എന്താണ്? ദൈവത്തെ നമുക്ക് അറിയാൻ എങ്ങനെ സാധിക്കും എന്ന് നമ്മൾ ചോദിച്ചാൽ അതിന് ചില കാര്യങ്ങൾ 1-2 വാക്കുകൾ പറഞ്ഞ് ഈ പ്രഭാത ചിന്ത ഞാൻ അവസാനിപ്പിക്കാം. അപ്പം നൈസർഗികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ പറയുന്ന സമയം, നമ്മുടെ ചിന്ത, നമ്മുടെ വിചാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പലവിധമായിട്ടുള്ള ഇടപാടുകൾ, ഇവയിൽ കൂടിയൊക്കെ നമുക്ക് ദൈവത്തെ കാണുവാനും ദൈവത്തെ അറിയുവാനും കഴിയും എന്നുള്ളത്. അതെങ്ങനെ അറിയുവാൻ സാധിക്കും? ഈ മേൽപ്പറയപ്പെട്ട വിഷയങ്ങളിൽ കൂടെ നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ അറിയുവാൻ കഴിയുക? അതൊരു ചോദ്യമാണ്. കാരണം നൈസർഗികമായ നമ്മുടെ വാസനകൾ കൊണ്ട് ദൈവത്തെ അറിയുവാൻ നമുക്ക് സാധ്യമാകുമോ? അതെ, നമുക്ക് സാധ്യമാകും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ദൈവത്തെ കണ്ടെത്തുവാൻ നമ്മളൊരു മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും ആ വലിയ ദൈവം നമ്മുടെ അടുക്കലേക്ക് വരും. ഈ പ്രഭാതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവുകൾ നമ്മുടെ പരിമിതമായ സമയങ്ങൾക്കുള്ളിൽ നമ്മൾ ചെറിയ നിലയിൽ പഠിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ചേ, നമുക്ക് നൈസർഗികമായി ദൈവത്തെ കാണുവാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പാരമ്പര്യത്തിൽ നിന്നുമാണ്. പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നാളെ പ്രഭാതത്തിൽ ഞാൻ പറയും. ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിനായി സ്തോത്രം. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. താങ്ക് യു സോ മച്ച്.